അപ്പോൾ അതേണ്ട നമ്മളങ്ങനെ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതാ നമുക്ക് ഫൈനലി ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എൻട്രി പാസ് ഒക്കെ കൊടുത്തിട്ട് ഉള്ളിലേക്ക് കയറുകയാണ്. നമ്മൾ ഫസ്റ്റ് ചെല്ലുന്നത് തന്നെ അക്വേറിയത്തിൻ്റെ സെക്ഷനിലേക്കാണ്. ഒരുപാട് മത്സ്യങ്ങളുടെ കലവറയാണ് കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടലിൻ്റെ അടിയിലൊക്കെ പോയിട്ട് കാണുന്ന ഒരു ഫീലിംഗാണ് നമുക്ക് കിട്ടുക, മീനുകളെയൊക്കെ ഇത്ര അടുത്ത് കാണുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള മീനുകളുടെ കലവറയാണ്. ദാണ്ടേ രണ്ട് ആമക്കുഞ്ഞന്മാർ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല വലിപ്പമുള്ള വലിയൊരു ഫിഷ്. അങ്ങനെ ഈ വലിയ മീനുകളെയൊക്കെ കണ്ട് നമ്മൾ വരുമ്പോഴത്തേക്കും അടുത്തായിട്ട് നമ്മൾ ചെല്ലുന്നത് പല വർണ്ണങ്ങളുള്ള മീനുകളുടെ ഇടയിലേക്കാണ്. കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് കുഞ്ഞു മീനുകളുടെ കലവറയിലേക്കാണ്. നല്ല അടിപൊളിയായിട്ട് പല കളറിലുള്ള മീനുകളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. നല്ല രസമാണ് കാണാൻ. ഇത് നമ്മൾ പോയി തന്നെ കണ്ടാലാണ് അതിൻ്റെ ഭംഗി നമുക്കറിയാൻ പറ്റുള്ളൂ. നല്ല രസമാണ് കാണാൻ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞു മീനുകളൊക്കെ നമ്മുടെ തലയുടെ മേലെ കൂടെയൊക്കെ നടക്കുന്ന പോലെ നമുക്ക് തോന്നും. നല്ല രസമാണ് നമുക്ക് കാണാൻ. നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതേണ്ടേ നമ്മുടെ ഫിഷിനെയൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇത് മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ വീഡിയോ ആയിട്ട് ഞാനിത് ഇട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതേണ്ടേ നമ്മുടെ മീനുകളുടെ നല്ല അടിപൊളി വ്യൂ ആണ് നമ്മളിവിടെ കണ്ടത്. ഇനി നാളെ നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ വേറെ നല്ല വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ കുഞ്ഞു മീനുകളെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഫെസ്റ്റിവലിന് പോയിട്ട് മീനെ കാണണം. ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.
എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നാളെ നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ വേറെ കുറച്ച് ഭാഗങ്ങളായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും.